നേമത്തെ ശിവൻകുട്ടിയണ്ണൻ. രാജീവ് ചന്ദ്രശേഖർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പൂട്ടിക്കെട്ടിപ്പോയ നേമം നിയമസഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായി തിരിച്ചു വരാൻ നോക്കുമ്പോൾ LDF വീണ്ടും ഇറക്കുന്നത് നേമംകാരുടെ മാത്രമല്ല കേരളത്തിൻ്റെ തന്നെ നിലപാടിൻ്റെ രാജകുമാരനായി മാറിയ ശിവൻകുട്ടി എന്ന വിദ്യാഭ്യാസ മന്ത്രിയെ. നോക്കൂ നിങ്ങൾ, ഈ കഴിഞ്ഞ 5 വർഷം ഓരോ മാസവും ഓരോ വർഷവും കഴിയുമ്പോൾ നിലപാടുറച്ച ഒരു രാഷ്ട്രീയക്കാരനായി, കറതീർന്ന ഒരു കമ്മ്യൂണിസ്റ്റായി ശിവൻകുട്ടിയുടെ വലിയ പരിവർത്തനമായിരുന്നു. എന്താണ് ശിവൻകുട്ടി എന്ന സഖാവ് എന്ന് തിരിച്ചറിയുന്ന രീതിയിലായിരുന്നു ഓരോ നിലപാടുകളും എടുത്തത്. ഒരു സ്കൂളിൽ, ഒരു വിദ്യാലയത്തിൽ ഒരു വിഷയമുണ്ടായാൽ ആ വിഷയത്തിലേക്ക് ഇടപെടുന്നത് വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസ് തന്നെയാണ്. എത്രയെത്ര കാര്യങ്ങളാണ് നമുക്ക് എടുത്തു പറയാൻ സാധിക്കുക. കടക്കലിൽ, കൊല്ലത്ത്, തിരുവനന്തപുരം, മലപ്പുറം, കേരളത്തിൻ്റെ വിവിധയിടങ്ങളിലുണ്ടായ ഓരോ അനാസ്ഥകളിലേക്കും ശിവൻകുട്ടി എന്ന നിലപാടുറച്ച രാഷ്ട്രീയക്കാരൻ, വിദ്യാഭ്യാസ മന്ത്രി വന്നിറങ്ങുകയായിരുന്നു. ഓരോ വിഷയവും ഉണ്ടാകുമ്പോഴും ആ വിഷയത്തിൽ ഇടപെടുന്നവർ ആദ്യം ചിന്തിക്കുക വിദ്യാഭ്യാസ മന്ത്രിയുടെ ഒരു കോള് അല്ലെങ്കിൽ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസിൻ്റെ ഇടപെടൽ അതായിരുന്നു. ഏറ്റവും അവസാനം ഗവർണറുടെ രാജ്ഭവനിൽ ഭാരതാംബ എന്ന് പറയുന്ന സംസ്കാരത്തെ ചേർത്ത് നിർത്താൻ മനുഷ്യനെന്ന നിലയിൽ എനിക്ക് സാധിക്കില്ല എന്ന് പറഞ്ഞ് ഔപചാരികതയുടെ പേരിൽ മാത്രം ഒരാശംസ അറിയിച്ച് ഇറങ്ങി വന്നു മാധ്യമങ്ങളെ കാണുമ്പോൾ നിലപാടുറച്ച ഇന്ത്യയുടെ രാഷ്ട്രീയ മുഖം എങ്ങനെയായിരിക്കണം എന്നുള്ളതിൻ്റെ ഉത്തമ പര്യായമായി മാറിയിരുന്നു ശിവൻകുട്ടി. ശിവൻകുട്ടിയണ്ണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞ നിയമസഭാ മണ്ഡലത്തിൽ നേമത്ത് വലിയ രീതിയിൽ പ്രചാരണം കടുപ്പിച്ച് വിജയിച്ചു വന്ന ശിവൻകുട്ടിയല്ല നമ്മളിപ്പോൾ കാണുന്നത്. വലിയ രീതിയിൽ മാറ്റങ്ങൾ ഈ നാട്ടിലുണ്ടാക്കിയ, ഒരുപക്ഷെ ഈ 3ാം വട്ടത്തിലേക്ക് LDF സർക്കാർ ഉന്നം വെക്കുമ്പോൾ എടുത്തു കാണിക്കാൻ പോകുന്ന വലിയൊരു വകുപ്പായി വിദ്യാഭ്യാസം വളർന്നിരിക്കുന്നു. 1ാം പിണറായി സർക്കാർ 2ാം പിണറായി സർക്കാരിലേക്ക് മാറിയപ്പോൾ പൊതുമരാമത്തും ആരോഗ്യവുമായിരുന്നു മുന്നിൽ നിന്നതെങ്കിൽ ഇത്തവണ വിദ്യാഭ്യാസം എന്ന് പറയുന്ന ഒരൊറ്റ വകുപ്പിൻ്റെ വലിയ അച്ചടക്കത്തോടെയുള്ള പ്രവർത്തനവും ഇങ്ങനെ എടുത്തു കാണിക്കാൻ, എസ്കലേറ്റ് ചെയ്യാൻ പിണറായി സർക്കാരിന് സാധിക്കുന്നതും ശിവൻകുട്ടി എന്ന നിലപാടുറച്ച രാജകുമാരൻ്റെ പ്രവർത്തനം കൊണ്ട് തന്നെ. ഒരു കാര്യം ഉറപ്പാണ്, 2026 നിയമസഭാ മണ്ഡലത്തിൽ രാജീവ് ചന്ദ്രശേഖരല്ല ഏത് കൊടികെട്ടിയ കൊമ്പൻ വന്നിറങ്ങിയാലും ഇപ്പുറത്ത് ശിവൻകുട്ടിയാണെങ്കിൽ നെഞ്ചിടിപ്പോടെ മുട്ടുവിറയ്ക്കാതെ ആണൊരുത്തനും പോരാട്ടത്തിനിറങ്ങാൻ കഴിയില്ല.